ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാനൊരു മീഷോ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ലേഡീസും കിഡ്സും ഹോളായിട്ടാണ്. കിഡ്സ് എന്ന് പറയുമ്പോൾ ബേബി ബോയ് ഡ്രസ്സസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഡ്രസ്സസിൻ്റെ റേറ്റും വരുന്നത് ബിലോ 350 ആണ്. അതുകൊണ്ട് ഈ റേറ്റിന് എന്തായാലും നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ ഡ്രസ്സ് ഈ ഒരു റെഡ് കളർ ടോപ്പാണ്. നല്ല അട്രാക്റ്റീവ് റെഡ് കളറാണ്. ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. വീനെക്കാണ്. പിന്നെ കോട്ടൺ ബ്ലെൻഡാണ് മെറ്റീരിയൽ. വെയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. ഈ 280 റുപ്പീസിന് എന്തായാലും വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഞാനിപ്പോൾ വൈറ്റ് പാൻറ്റും ഷോളിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. സമ്മർ ഫ്രണ്ട്ലിയാണ്. എന്തായാലും വീട്ടിൽ ഡെയിലി വെയറിന് പറ്റിയ അടിപൊളി ടോപ്പാണിത്. നെക്സ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു ബ്ലൂ കളറിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 റുപ്പീസാണ്. മെറ്റീരിയൽ ഒരു ക്രീപ്പ് പോളിസ്റ്റർ ആ ടൈപ്പിലുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ സമ്മർ ഫ്രണ്ട്ലി അല്ല, എന്നാലും 180 റുപ്പീസിന് എന്തായാലും വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. കാണാൻ നല്ല അട്രാക്റ്റീവാണ്. അടുത്തത് ഈ ഒരു ബേബി ഡ്രസ്സാണ്. ഇത് ഗേളിനും ബോയ്ക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 184 റുപ്പീസാണ്. ഇതിൽ ഞാൻ വേറൊരു കളർ യെല്ലോവും ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അത് എത്ര വാഷ് ചെയ്താലും കളർ ഫേഡാവില്ല. ഇത് ഞാൻ കുറേ തവണ യൂസ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തൊക്കെ നോക്കിയതാണ്. 184 റുപ്പീസിന് എന്തായാലും വേർത്താണ്. ഇതിൻ്റെ കുറേ കളേഴ്സും അവൈലബിൾ ആണ്. ഇവൻ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോയിൽ നിൽക്കാൻ പറഞ്ഞാൽ വീഡിയോക്ക് നിൽക്കില്ല കേട്ടോ. ഞാൻ ഡ്രസ്സ് വെയർ ചെയ്തിട്ട് കുറേ നേരമായി. പിന്നെ കളിയും അതൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് വീഡിയോയിൽ ആളെ നിർത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഡ്രസ്സിലൊക്കെ ആക്കിയിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ടീഷർട്ടും ഷോർട്സും ആണ്. ഇതെന്തായാലും 200 റുപ്പീസിന് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. കാണാനും നല്ല അട്രാക്റ്റീവാണ്. പിന്നെ വെയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. കുട്ടികൾ നോർമലി എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെടാറില്ല. ചില ഡ്രസ്സ് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇത് വേണ്ടാന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ഇത് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുട്ടികൾക്കും ഒരു പ്രശ്നമില്ല. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇതിൽ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. എന്തായാലും ഈ എല്ലാ ഡ്രസ്സിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടിയവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഡ്രസ്സിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഈ ഒരു കോഡ് സെറ്റാണ്. പാൻറ്റും ഷോർട്ടായിട്ടുള്ള കുർത്തിയും വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ക്രീപ്പാണ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് സമ്മർ ഫ്രണ്ട്ലി അല്ല, പക്ഷേ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റും അങ്ങനെയാണ്. ബിലോ 300 ആണ് വരുന്നത്. എനിക്കെന്തായാലും ഈ ഡ്രസ്സ് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിൽ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ ആൾക്കാരുടെ ടേസ്റ്റും പ്രിഫറൻസസും ചേഞ്ച് അല്ലേ. അതുകൊണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഞാൻ നോർമലി മീഷോന്ന് അധികം ഡ്രസ്സ് വാങ്ങുന്ന ഒരാളല്ല. പക്ഷേ ഇതിന് മുമ്പ് ഒരു 2-3 തവണ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അഗെയിൻ ഓർഡർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നാളായി. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം വെയർ ചെയ്തിട്ടില്ല. ഇത് സെക്കൻഡ് ടൈമാണെന്ന് തോന്നുന്നു ഇവൻ വെയർ ചെയ്യുന്നത്. പക്ഷെ നല്ല ഇഷ്ടപ്പെടും എന്തായാലും. ഇതിൻ്റെ കളറായാലും ക്വാളിറ്റി ആയാലും എല്ലാം അടിപൊളിയാണ്. ഇടാനും നല്ല കംഫർട്ടബിളാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ഇരുത്താനാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എന്തായാലും മറക്കരുത്. പുതിയ വിശേഷവുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.